ആളിപ്പോ സുഖനിദ്രയായിരിക്കും. ഞാൻ വന്ന ഉടനെ ഒരു ജ്യൂസ് കൊടുത്തു. ജ്യൂസോ? അതിനെന്തിനാ ഉറങ്ങുന്നത്? ജ്യൂസ് കൊടുത്തപ്പോഴേ എനിക്ക് ഉറങ്ങാൻ വേണ്ടി ഡോക്ടർ തന്നൊരു ഗുളികയില്ലേ, അതിൽ നിന്ന് 2 എണ്ണം കൂടി കലക്കി കൊടുത്തു. പാവം ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി, അത്രേ ഉള്ളൂ. നീ വന്നേ. വാ മോനെ. നിർമ്മല, വാ അകത്തേക്ക് കയറാം. അല്ല, എന്താ അവിടെ നിന്നൊരു രഹസ്യം? ഒന്നുമില്ല, ഒരു രഹസ്യമില്ല. നീ വേഗം വന്നേ, സമയം കളയാതെ വാ. വാ. ഗൗതം ഇപ്പൊ എന്താ ആലോചിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തോ ഒരു ദുസ്വപ്നം കണ്ടു. ഇപ്പൊ നേരം പുലർന്നു കഴിഞ്ഞു. അങ്ങനെ കരുതിയാ മതി. സന്തോഷായിട്ടിരിക്കെ. ജയിലിൽ കിടക്കുമ്പോ ആദ്യമൊക്കെ ഉടനെ പുറത്തിറങ്ങുന്നൊരു ചിന്ത ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞു പോയപ്പോ ഇനി ഒരിക്കലും ഒരു തിരിച്ചറിവ് ഉണ്ടാവില്ല എന്ന് എന്റെ മനസ്സ് പറഞ്ഞു തുടങ്ങി. ഹാളിൽ ആരോ വന്നിട്ടുണ്ടല്ലോ. ആരായിരിക്കും? CKC കൃത്യമായി ഒരുക്കി വെച്ച ചതിക്കുഴിയിലേക്ക് ഞാൻ ചെന്ന് വീണു കൊടുക്കുകയായിരുന്നു. പെട്ടുപോയി. പക്ഷെ നിങ്ങൾ 3 പേരും ചേർന്ന് ഒരു വലിയ പോരാട്ടമാണ് നടത്തിയത്. എല്ലാ തടസ്സങ്ങളെയും നിങ്ങൾ തച്ചു തകർത്തു. ഒരു യുദ്ധമാണ് നിങ്ങൾ നടത്തിയത്. ഇപ്പോ എന്നെ നിങ്ങൾ 3 പേരും ചേർന്ന് 3 പെണ്ണുങ്ങൾ ചേർന്ന് മോചിപ്പിച്ച് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. അതെ ഗൗതം, ഈ അമ്മമാര് എനിക്കൊപ്പം ഇരുവശങ്ങളിൽ നിന്ന് ഗൗതമിന് വേണ്ടി ഈ യുദ്ധം ജയിപ്പിച്ചത്. അങ്ങനെ പറയുന്നത് ശരിയല്ല ഗൗതം. ഞങ്ങള് രണ്ടുപേരും വെറും പടയാളികൾ മാത്ര. മുന്നിൽ നിന്ന് യുദ്ധം നയിച്ചത് നിന്റെ ഭാര്യയാ. വെറും യുദ്ധമല്ലായിരുന്നു. നീ ജയിലിലേക്ക് പോയതിനു ശേഷം ഇവളെ ഉറങ്ങിയിട്ടില്ല. പ്രണവിനെ രക്ഷിക്കണം, നിന്നെ മോചിപ്പിക്കണം, അതുമാത്രമായിരുന്നു ഇവളുടെ ജീവവായു. നിസ്സാര കളിയൊന്നും അല്ല ഇവള് കളിച്ചതൊക്കെ. മോനെ, നീ പോയെന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വാ. ഞാനും നിർമ്മലയും കൂടി നിനക്ക് നല്ല സദ്യ തന്നെ ഒരുക്കി വെക്കാം. അതെന്താ ഞാനും നിർമ്മലയും കൂടി? ഭാര്യയായ ഞാൻ ഇവിടെ നിൽക്കുന്നത് പിന്നെ കാണാനാണോ? അതെ, ഫുഡ് ഉണ്ടാക്കുന്ന കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. നീ നിന്റെ ഭർത്താവിനെ കൊണ്ടുപോയി കുളിപ്പിച്ച് ഒരുക്കി സുന്ദരനാക്കി കൊണ്ടുവാ. അതാ ഇന്നത്തെ നിന്റെ ഡ്യൂട്ടി. എടുത്തി 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 കതക് തുറക്ക്. എടുത്തി, അവിടെ ആരാ വന്നേക്കുന്നേ? ആ ദുഷ്ടൻ ഡോക്ടറിനെ പറ്റിച്ചല്ലോ. എന്താ? എടുത്തി, ഉറക്കത്തിനുള്ള ഗുളികയെന്നും പറഞ്ഞ അയാൾ എനിക്ക് തന്നത് വേറെന്തോ സാധന. അയാളെ എനിക്കൊന്ന് കാണണം. എടുത്തി, ആരാ അവിടെ വന്നിരിക്കുന്നേ? കതക് തുറക്ക്. കതക് തുറക്കാൻ. അതെ, വസുന്ധരാപ്പ എന്തിനാ കഥ തുറക്കാൻ പറഞ്ഞ് ബഹളം വയ്ക്കുന്നേ? എന്താ, എന്ത് പറ്റി?
ദേ, ഗൗതമിന്റെ ശബ്ദമാണല്ലോ അത്. ഗൗതം അപ്പൊ ജയിലിൽ നിന്ന് ഇറങ്ങിയോ? അവര് വെറുതെ വിട്ടോ? ഗൗതം, 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 എടാ ഗൗതം, നീ ജയിലിൽ നിന്ന് ഇറങ്ങിയോ? ആ, എന്തായാലും അത് നന്നായി. ഗൗതം മോനെ, എടാ നീ വന്നീ കഥകൊന്ന് തുറക്ക്. എടാ ഇങ്ങോട്ട് വേഗം വാ. കഥക് തുറക്ക് ഗൗതം, എനിക്ക് നിന്നെ ഒന്ന് കാണണം. എന്താ അമ്മേ, വസുന്ധരാമ്മ എന്തിനാ കഥ തുറക്കാൻ പറഞ്ഞ് ബഹളം വെക്കുന്നേ? അതൊന്നും ഇല്ലെന്നേ, അവളെ ഞാൻ അതിനകത്തിട്ട് പൂട്ടിയേക്കോ. എന്തിനാ? ഗൗതം വന്ന് കഥക് തുറക്ക് ഗൗതം. എന്താ അമ്മ ഒന്നും പറയാത്തത്? എടാ, അവളുടെ കയ്യിലിരിപ്പിന് ഇതല്ലാതെ ഞാൻ എന്ത് ചെയ്യണം? നീ ഒരു കാരണവശാലും ജയിലിൽ നിന്ന് ഇറങ്ങാതിരിക്കാൻ വേണ്ടി CKCക്കും ജ്യോതിർമയ്ക്കും ശിവാനിക്കും ഒപ്പം ചേർന്ന് തന്ത്രങ്ങൾ മെനയായിരുന്നു അവള്. ഗൗതം, ഗൗതം ഒന്ന് വന്ന് കഥക് തുറക്കാനാ പറഞ്ഞേ. എടാ ഞാനൊന്ന് പുറത്തിറങ്ങട്ടെ. ഇവള് പുറത്തിറങ്ങിയാലേ അത് ഈ കുടുംബത്തിന് എന്നെ നാശമാകുമെന്ന് തോന്നിയപ്പോ ഞാൻ അതിനകത്തിട്ട് പൂട്ടി. മിണ്ടാതെ കിടക്കവിടെ. കൃത്യമായിട്ട് ഭക്ഷണം തരുന്നുണ്ട്, വസ്ത്രം മാറാൻ തരുന്നുണ്ട്, ഷാംപൂ, സോപ്പ്, ചീപ്പ്, കണ്ണാടി എന്ന് വേണ്ട നിനക്ക് വേണ്ട സകല സാധനങ്ങളും ഞാൻ തരുന്നുണ്ട്. അതിനകത്ത് കിടന്നാ മതി. സമയമാകുമ്പോഴേ എനിക്കറിയാൻ തുറന്നു വിടാൻ. പ്ലീസ് ഗൗതം, ഗൗതം എന്നെ ഒന്ന് സഹായിക്കുന്നേ. എടാ എന്നെ ഒന്ന് തുറന്നു വിടാൻ. ഇങ്ങനെ പൂട്ടിയിട്ടെന്ന് കരുതി ഇവരൊക്കെ നന്നാവുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? എന്തിനാ വെറുതെ? ഞാൻ തന്നെ പോയി തുറന്നു വിട്ടേക്കാം. എടാ നീ എങ്ങോട്ടും പോണ്ട, അവൾ അതിനകത്ത് തന്നെ കിടക്കട്ടെ. അമ്മയെ പറയുന്നത് കേക്ക്, അവരെ അങ്ങ് തുറന്നു വിടാം, അതാ നല്ലത്. തൽക്കാലം ഞാൻ പറയുന്നത് കേട്ടാ മതി. നിധി, നീ ഇവനെ വിളിച്ച് മുറിയിലേക്ക് കൊണ്ടുപോയേ. ചെല്ലേ. വാ ഗൗതം, കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം. നിധി, എന്നാലും ഒരെന്നാലും ഇല്ല, നീ ഇവളുടെ കൂടെ പോയി കുളിച്ച് ഡ്രസ്സ് മാറിയിട്ട് വാ. ചെല്ലേ. വാ. ഗൗതം, ആരെങ്കിലും ഒന്ന് വന്നീ കഥക് തുറക്ക്. വാ, എനിക്കൊന്ന് പുറത്തിറങ്ങണം. കഥക് തുറക്ക്. ദേ, അത് അമ്മയുടെ ഡിപ്പാർട്ട്മെന്റാ, അതിൽ നമ്മൾ ഇടപെടണ്ട. സമയമാകുമ്പോ അമ്മ തന്നെ തുറന്നു വിട്ടോളും. ഗൗതം വന്നേ, വാ. ഗൗതം, ഏട്ടത്തി, എടി നിധി, കഥക് തുറക്കടി. നിന്നോട് കഥക് തുറക്കാനാ പറഞ്ഞത്. എന്ത് നോക്കി നിൽക്കുക? ഫുഡ് ഉണ്ടാക്കണ്ടേ? വന്നേ ഇങ്ങോട്ട്.